السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. اتقوا الله عباد الله. عن أبي موسى الأشعري رضي الله عنه عن النبي صلى الله عليه وسلم قال: أبو موسى الأشعري رضي الله تعالى عنه തൊട്ടും ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു: മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിതി. അവിടുന്ന് പറയുകയാണ്, മസലുല്ലദീ യദ്കുറു റബ്ബഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കുന്ന ഒരു മനുഷ്യൻ്റെയും വല്ലദീ ലാ യദ്കുറു റബ്ബഹു, അവനെ ഓർക്കാത്ത ഒരു മനുഷ്യൻ്റെയും ഉദാഹരണം എന്ന് പറയുന്നത് മസലുൽ ഹയ്യി വൽ മയ്യിതി, അവൻ ജീവിച്ചിരിക്കുന്നവനെ പോലെയും മരിച്ചവനെ പോലെയുമാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, അള്ളാഹു ഈ ദീനിൽ ശറഅാക്കിയിട്ടുള്ള വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്, ഏതൊരാൾക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് അള്ളാഹുവിനെ ഓർക്കുക. അതുപോലെ തന്നെ അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അദ്കാറുകൾ നമ്മുടെ നാവിൽ കൊണ്ടുവരിക എന്നുള്ള കാര്യം ഏറ്റവും എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ സാധിച്ചിട്ടും പക്ഷേ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറില്ല, അത് രാവിലത്തെ ആവട്ടെ, വൈകുന്നേരത്തെ ആവട്ടെ, നിസ്കാര ശേഷമുള്ളതാവട്ടെ, ഉറങ്ങുമ്പോഴുള്ളതാവട്ടെ, പലതും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയാറില്ല, നിത്യജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കാറില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ വലിയ ഒരു തൗഫീഖ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് അതിൻ്റെയൊക്കെ അർത്ഥമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു വ്യക്തി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് ചോദിക്കുന്നുണ്ട്, ഇന്ന ശറാഇ അൽ ഇസ്ലാമി ഖദ് കസുറത് അലൈ, ഇസ്ലാമിൻ്റെ ശരീഅത്ത് എനിക്ക് വലിയ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, അപ്പോൾ എനിക്ക് എല്ലാതും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, നിത്യജീവിതത്തിൽ പാലിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഫഅഖ്ബിർനി ബിശൈഇൻ അതശബ്ബസു ബിഹി, എന്നാൽ എനിക്ക് ഒരു കാര്യം താങ്കൾ അറിയിച്ചു തരണം, എനിക്ക് നിത്യജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുന്ന, എനിക്ക് കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എനിക്ക് അറിയിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാ, നിന്റെ നാവ് എല്ലായ്പ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്മരിച്ചുകൊണ്ടുള്ളതാവട്ടെ. അപ്പോൾ അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന ഏതാണ്, എന്തെങ്കിലും അദ്കാറുകൾ നിത്യജീവിതത്തിൽ നീ കൊണ്ടുപോകാൻ. അപ്പോൾ ഏറ്റവും സിമ്പിളായി, അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസം ഉണ്ടായപ്പോൾ അദ്ദേഹം ചോദിച്ചതാണ്, എനിക്ക് ഇത്രയൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, അപ്പോൾ അതിന് പകരമായി എനിക്ക് എന്തെങ്കിലും ഒരു ഇത് പഠിപ്പിച്ചു തരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കർമ്മം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് ഏതാണ്, അദ്കാറുകളാണ്, അള്ളാഹുവിൻ്റെ സ്മരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും താഴ്ന്ന രൂപത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും, അതായത് വലിയ പ്രയാസങ്ങളില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആ അദ്കാറുകൾ പോലും നിത്യജീവിതത്തിൽ എന്ത് ചെയ്യാറില്ല, നമ്മൾ ചെയ്യാറില്ല എന്നുള്ളതാണ് വലിയ ഒരു അപകടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരുപാട് അദ്കാറുകൾ നമുക്ക് തന്നെ നിത്യമായിട്ട് അറിയും. അതിൽ ഒന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ കലാമി ഇലല്ലാഹി തആല അർബഉൻ, അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ കലിമാത്തുകളിൽ പെട്ടത് അത് 4 എണ്ണമാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ലാ യദുറുക ബിഅയ്യിഹിന്ന ബദഅത, ഈ പറയാൻ പോകുന്നതിൽ ഏതുകൊണ്ട് നീ തുടങ്ങിയാലും അത് യാതൊരു പ്രയാസവുമില്ല. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നുള്ള ദിക്ർ നീ എന്ത് ചെയ്യ്, ജീവിതത്തിൽ കൊണ്ടുവരാനൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ടൊക്കെ കാണുവാൻ സാധിക്കും. അപ്പോൾ നമുക്കറിയുന്ന ഏത് ദിക്റും ആകാം. ഈ ദിക്ർ പറഞ്ഞത് ഇത് നാവിന് ഏറ്റവും എളുപ്പമുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നിത്യം നമ്മൾ ചൊല്ലുന്നതൊക്കെയാണ്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നിത്യജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുക. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, കസ്റതു ദിക്രില്ലാഹി അസ്സ വജല്ല അമാനും മിനൻ നിഫാഖി, ഒരാൾ അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നു എന്നുണ്ട് എങ്കിൽ അത് നിഫാഖിൽ നിന്ന് അവനുള്ള ഒരു സുരക്ഷാ വലയമാണ്. ഫഇന്നൽ മുനാഫിഖീന ഖലീലു ദിക്രി ലില്ലാഹി അസ്സ വജല്ല, കാരണം നിഫാഖ് പിടിപെട്ട ആളുകൾ, ഹൃദയത്തിൽ കപടവിശ്വാസമുള്ള ആളുകൾ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വളരെ കുറഞ്ഞു മാത്രമേ ഓർക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ അവർ തീരെ അള്ളാഹുവിനെ ഓർക്കാറില്ല എന്നാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹമൊക്കെ പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിഫാഖിൽ നിന്നുള്ള രക്ഷയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രതിഫലം പറഞ്ഞ കർമ്മമാണ്, ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതുമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി
അത് നിത്യജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.